ചേതന FM 90.8 ഇനി കേൾക്കാം പിങ്ക് ഡയറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ആര്യ. ടെക്നിക്കൽ സപ്പോർട്ട് അജയ് ഷാജി. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ചേതന FM 90.8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പിങ്ക് ഡയറീസുമായി നിങ്ങൾക്കൊപ്പം ഉള്ളത് ഞാൻ ആര്യാണ് കേട്ടോ. എന്റെ കൂടെ നമ്മുടെ കായംകുളംകാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കുട്ടിയാണുള്ളത്, അശ്വതി. അതെ, അശ്വതി. സുഖമായിട്ടിരിക്കുന്നോ? അതെ, സുഖം തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പം സുഖമായിട്ടിരിക്കുന്നു. നന്നായിട്ട് പോകുന്നു. വെക്കേഷൻ ഒക്കെ അടിച്ചു വിളിക്കാണോ? വെക്കേഷൻ ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് ആണ്. ഇപ്പോൾ അടുത്ത മാസം എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. അത് നമ്മുടെ MSM കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. വളരെ എന്താ പറയുക, അവിചാരിതമായിട്ടാണ് അശ്വതിയുടെ ഒരു റീല് ഞാൻ കാണുന്നത്. അതിൽ ഈ പറയുന്ന പോലെ രാവിലെ എഴുന്നേറ്റ് സൈക്കിളിൽ പത്രം ഇടാൻ പോകുന്ന ഒരു കുട്ടിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു ശരിക്കും ആ ഒരു സ്റ്റോറി? എന്താണ് ആ ഒരു റീല് കണ്ടതുകൊണ്ടാണ് ഇന്നത്തെ അശ്വതി നമ്മുടെ മുന്നിലിരിക്കുന്നത്? എന്തായിരുന്നു അതിന് വേണ്ടിയുള്ള ഒരു കഥ? ഞാൻ +2 പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യമായിട്ട് പേപ്പർ ഇടാൻ പോകുന്നത്. ആ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഫീസ് കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്തുകൊണ്ട് എനിക്ക് തനിയെ ഒരു ജോലി കണ്ടെത്തിക്കൂടാ എന്നൊരു തോന്നൽ വന്നു. അപ്പൊ ഇങ്ങനെ സിമ്പിളായിട്ട്, അതായത് പഠിത്തത്തിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പേപ്പർ ഇടുന്നത്. അതേപോലെ രാവിലെ കുറച്ച് സമയം നമുക്ക് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു. ശരിക്കും പേപ്പർ ഇടുക അല്ലെങ്കിൽ പത്രം ഇടാൻ പോവാന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടിട്ടുള്ളത് വെളുപ്പിനെ എഴുന്നേറ്റ് ആൺകുട്ടികൾ അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ പോകുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ പത്രം ഇടാൻ തന്നെ പോവാം, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പരിപാടി രാവിലെ അങ്ങ് നടക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നത് എന്തുകൊണ്ടാണ്? പഠിക്കുന്നതുകൊണ്ട് തന്നെയാണോ? പഠിക്കുന്നതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ സൈക്കിൾ ചവിട്ടുന്നത് ശരീരത്തിന് നല്ലതാണ്. ഒന്നല്ല, 2-3 ഗുണങ്ങളുണ്ട്. 2-3 ഗുണങ്ങളുണ്ട്. പിന്നെ നമുക്കൊരു ഉണർവ് കിട്ടും. എനിക്ക് വയ്യ. അതുപോലെ തന്നെ പേപ്പർ ഇടാൻ പോകുമ്പോൾ ചെറിയൊരു വരുമാനം കിട്ടും. ചെറുതാണെങ്കിൽ പോലും അത് വീട്ടുകാർക്കൊരു സഹായം തന്നെ. പിന്നെ എനിക്കും ഫീസ് കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ അങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെ ചിന്തിച്ചാണ് ഞാൻ പോകാനായിട്ട് മുന്നോട്ട് ഇറങ്ങിയത്. നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു മാമനെ കോണ്ടാക്ട് ചെയ്താണ് ഞാൻ പോയത്. അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നാട്ടുകാരൊക്കെ വീട്ടുകാരായിരുന്നു പ്രധാനപ്പെട്ടവരല്ലേ. അവര് ആദ്യമൊക്കെ എതിർത്ത്, പെൺകുട്ടിയല്ലേ. അതെ, ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ആദ്യം നമ്മൾ പത്രം ഇടാൻ പോവാന്ന് പറയുമ്പോൾ ഫസ്റ്റ്ലി നമ്മൾ നമ്മുടെ വീട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കണം. അമ്മ ഞാനിത് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ അച്ഛൻ ഞാനിത് ചെയ്യാൻ പോവാണെന്ന് നമ്മൾ ഫസ്റ്റ്ലി നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് നമ്മൾ പറയണം. അവിടെ നിന്നുള്ളൊരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ആദ്യം അച്ഛന് വലിയ എതിർപ്പായിരുന്നു. മോളെ പോണ്ട, ആമ്പിള്ളേരല്ലേ പോകുന്നത് സാധാരണ, അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവോ, വെളുപ്പിനെ ഇരുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. അവനത് കുഴപ്പമില്ല, കുറച്ച് നേരം വെളുത്തിട്ടായാലും നമുക്ക് പോവാം. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്ന് നമ്മൾ കൺവിൻസ് ചെയ്ത് സംസാരിച്ചു. അല്ലെ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. അമ്മ ഓക്കെ ആയിരുന്നു, പിന്നെ അച്ഛനും ഓക്കെ ആക്കി. വഴി അച്ഛനെ പറഞ്ഞു മനസ്സിലായി. ഇപ്പം കൂളാണ്, സെറ്റാണ്. ഇപ്പൊ ഞാൻ താമസിച്ചെണ്ണിച്ചാലും ഇപ്പം പ്രശ്നമാണ്. നേരത്തെ എണ്ണിച്ച് പോകുന്ന അച്ഛനാണ് ആദ്യം പറയുന്നത്. ഓ, എനിക്ക് വയ്യ. ഓക്കെ, അപ്പൊ അങ്ങനെ അച്ഛനെയും പറഞ്ഞ് നമ്മുടെ വരുതിക്കാക്കി നമ്മളുടെ തോട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? MSM കോളേജില് ഹിസ്റ്ററിയില് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ് അല്ലെ? എങ്ങനെയുണ്ട് കോളേജ് ലൈഫ്? കോളേജ് ലൈഫ് മനോഹരമായി പോകുന്നു. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. കൂടാതെ തന്നെ സ്റ്റഡി ലീവും കൂടെ ഒന്നിച്ചാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത്. അടുത്ത മാസം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സ്റ്റഡി ലീവ് എങ്ങനെ പോകുന്നു? പഠിച്ചു പോകുന്നോ അതോ കളിച്ചു പോകുന്നു? എന്താ സംഭവം? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലും പോകുന്നുണ്ട്. പഠിക്കണം, പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നു. ഓക്കെ. എടാ, ഫസ്റ്റ്ലി പത്രം ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നല്ലോ. ഓഫ്കോഴ്സ് വീട്ടിൽ നമ്മൾ പറഞ്ഞ് സമ്മതിച്ചു. വീട്ടുകാരുടെ അടുത്ത് നമ്മൾ ഇന്ന കാര്യങ്ങളാണ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഒതുങ്ങും, കോളേജിൽ പോകാം, പഠിക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തിയെന്ന് പറഞ്ഞു. ശരിക്കും ആ ഒരു ഏജൻസിനെ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഏജന്റിനെ, പത്രം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജന്റിനെ പോയി കണ്ടപ്പോൾ പുള്ളിയുടെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ആ ഒരു ചേട്ടന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? സുരേഷ് എന്നാണ് അമ്മാവന്റെ പേര്. അമ്മാവന്റെ മോള് ഇതുപോലെ പോവായിരുന്നു. അമ്മാവൻ എന്തെങ്കിലും അസൗകര്യം വരുമ്പോൾ മോൾ ആ അടുത്തുള്ളടുത്ത് കുറച്ച് പത്രം ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല വന്നു, അതിനെന്താന്നാണ് ചോദിച്ചത്. അങ്ങനെ അതെ, വേണ്ട എന്നൊരു മൈൻഡ് സെറ്റ് അല്ലായിരുന്നു പുള്ളിയുടെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കുറച്ചുകൂടെ കൂൾ വൈബായിട്ട് പോയല്ലേ? അതെ. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ വെളുപ്പിനെ ആയതുകൊണ്ട് തന്നെ, കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീട്ടുകാരെല്ലാം ഉണർന്ന് വരാൻ ഒരു സമയമെടുക്കും. ചിലപ്പോൾ ആ ഒരു വീട്ടുകാർ ഉണർന്ന് വരുന്നതിന് മുന്നേ ആയിരിക്കാം മോള് പത്രം ഇട്ടിട്ടുണ്ടായിരിക്കാം. ഫസ്റ്റ്ലി ഈ മോളാണ് അല്ലെങ്കിൽ അശ്വതിയാണ് വീട്ടിൽ പത്രം ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഏതെങ്കിലും ഫാമിലിയിൽ നിന്നുള്ളൊരു അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഞങ്ങളുടെ അടുത്ത് തന്നെ എന്നെ അറിയാവുന്ന ആൾക്കാരുടെ ആ റൂട്ട് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അതായത് ഒരു 6:30 ആ ടൈമിലായിരുന്നു ഞാൻ പേപ്പർ ഇടാൻ പോകുന്നത്. അപ്പം അവർക്ക് വളരെ സന്തോഷമായിരുന്നു. നീയാണോ വരുന്നത്, മോളാണോ വരുന്നതെന്നാണ് ചോദിച്ചത്. അത് വളരെ സന്തോഷമാണ്. മോളെന്തിനാ ഈ ജോലിക്ക് പോകുന്നത് എന്ന് ആരും ചോദിച്ചില്ല. അതെ. നമ്മുടെ വീട്ടിലെ അവസ്ഥയൊക്കെ ഫാമിലി പോലെ തന്നെ, അതുപോലെ തന്നെ ചുറ്റുമുള്ള ആൾക്കാരും ഭയങ്കര സപ്പോർട്ടീവ്. ഇനി ഫാമിലിയിലേക്ക് വരുമ്പോൾ
നമുക്കറിയാം അത്യാവശ്യം കഷ്ടപ്പാടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഫാമിലിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അച്ഛനും അമ്മയും എങ്ങനെയാണ് അശ്വതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്നെ അവർ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേരൻ്റാണ്. ആ കാര്യത്തിൽ ഞാൻ പ്രൗഡാണ്. കാരണം ഞാൻ എന്തൊരു കാര്യം പറഞ്ഞാലും പറ്റുന്ന രീതിയിൽ അവർ സാധിച്ചു തരുന്നുണ്ട്. അച്ഛൻ, അമ്മ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ വീട്ടിൽ. അച്ഛന് സാധാ മേശപ്പണിയാണ് ജോലി, അമ്മ ഹൗസ് വൈഫ്, ഇപ്പം വയ്യാതൊക്കെ ഇരിക്കുന്നത്. അപ്പം ഈ കാര്യത്തിലൊക്കെ വളരെ സപ്പോർട്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഇനി കോളേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാവർക്കും ഈ ഒരു കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിരിക്കും. ഇപ്പോൾ എന്താ പറയുക, ആ ഒരു ഓർമ്മയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര രസമുള്ളൊരു വൈബാണ്, അല്ലെങ്കിൽ ഒരു ഓർമ്മയാണ് കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നിൽക്കുകയാണ് നമ്മുടെ അശ്വതി. അപ്പോൾ കോളേജിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കോളേജിൽ ഇപ്പോൾ ഞാൻ സ്പോർട്സ് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. നല്ല നല്ല വൈബാണ് ഇപ്പോൾ കോളേജിൽ. ആദ്യമൊക്കെ വളരെ ബോറായിട്ടുള്ള ഒരു ഇതായിരുന്നു, എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി, ഇപ്പോഴാണ് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് മിങ്കിളായി, സ്പോർട്സ് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. സ്പോർട്സിൽ സോഫ്റ്റ് ബോൾ അല്ലേ? സോഫ്റ്റ് ബോൾ. അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സോഫ്റ്റ് ബോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് കോളേജിൽ ജോയിൻ ചെയ്തതിന് മുമ്പ് എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ ഗെയിമിനെ പറ്റി. ജോയിൻ ചെയ്തതിന് ശേഷം എൻ്റെ ഐറ്റം എന്ന് പറയുന്നത് ഫുട്ബോളായിരുന്നു. അത് കോളേജിൽ അങ്ങനെ ടീമും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ സ്പോർട്സ് ലൈഫ് അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ പഠിക്കാം എന്നുള്ളൊരു തൊഴിലാണ് കോളേജ് ജോയിൻ ചെയ്തത്. അപ്പോൾ അവിടുത്തെ സാറ് ഇതുപോലെ സ്പോർട്സിന് കയറുന്നവരെ അറിയാം. അപ്പോൾ സാറാ പറഞ്ഞത് ഇതുപോലെ ബേസ്ബോളിൽ കയറ്, നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് എന്താണ് ബേസ്ബോൾ എന്നറിയാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇയറിലൊന്നും മടിച്ചു, അങ്ങനെ കയറിയില്ല. അപ്പം അങ്ങനെ എൻ്റെ അവസരം പോയി ഒരു വർഷത്തിൽ. അങ്ങനെ സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്തില്ല. ഇല്ല, ഫസ്റ്റ് ഇയറിലൊന്നും ഞാൻ ജോയിൻ ചെയ്തില്ല. സെക്കൻഡ് ഇയറിലായപ്പം ഞാൻ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചു. അപ്പോഴത്തേക്ക് കുറച്ചൊക്കെ മനസ്സിലായി, കാരണം ഇത് കുറച്ച് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളതാണ്, പ്രത്യേകിച്ച് ഗേൾസിന്. അപ്പോൾ അങ്ങനെ സാറങ്ങ് നിർബന്ധിക്കുമായിരുന്നു ഞങ്ങളെ കയറുന്നു പറഞ്ഞു. അങ്ങനെ തന്നെ പ്രാക്ടീസ് തുടങ്ങി. അങ്ങനെ മാച്ചിന് പോയി. ഞങ്ങൾക്ക് സെക്കൻഡ് പൊസിഷൻ ഉണ്ടായിരുന്നു ഇന്റർ യൂണിവേഴ്സിറ്റി സോഫ്റ്റ് ബോളിൽ. അങ്ങനെ പിന്നെ ഞാൻ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ആയി, കേരള യൂണിവേഴ്സിറ്റി ടീമിലേക്ക് സെലക്ട് ആയി. അങ്ങനെ ഓൾ ഇന്ത്യ വരെ പോയി. അങ്ങനെ ഇപ്പം മാച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ. ഇനി അടുത്ത തേർഡ് ഇയറിലും തീർച്ചയായിട്ടും തേർഡ് ഇയറിൽ ഇപ്പോൾ ഉടനെ പ്രാക്ടീസ് തുടങ്ങും. അപ്പോൾ അത് പോകണം, അതുപോലെ ഓൾ ഇന്ത്യ പോകണം എന്നാണ് ആഗ്രഹം. എങ്ങനെയാണ് അശ്വതിയുടെ ആഗ്രഹം? സ്പോർട്സിൽ വലിയൊരാളാകണം എന്നാണോ ആഗ്രഹം, അതോ ഈ പറയുന്ന പോലെ പഠിച്ച് മറ്റൊരു മേഖലയിലേക്ക് പോകണം എന്നാണോ ആഗ്രഹം? എന്താണ് അശ്വതിൻ്റെ ആഗ്രഹം? കോളേജ് ലൈഫിൽ ഇപ്പം എനിക്ക് നല്ലൊരു സ്പോർട്സ് പേഴ്സൺ ആവണമെന്ന് വളരെ ആഗ്രഹം, കൊച്ചിലെ തൊട്ടുള്ള ആഗ്രഹമാണ്. പക്ഷേ കൊച്ചിലെ തൊട്ട് ഞാൻ സ്പോർട്സിലുണ്ട്, ആക്റ്റീവാണ്. പക്ഷേ ഒരു ഗ്രോ ഉണ്ടായത് ഇപ്പോഴാണ്. അതൊരു വിഷമമാണ്. എന്നാൽ ലേറ്റായിട്ട് നമ്മൾ അച്ചീവ് ചെയ്തു. എനിക്ക് കേരള ടീമിന് വേണ്ടി കളിക്കണം വലിയ ആഗ്രഹമൊക്കെയായിരുന്നു. പക്ഷേ അത് ഇപ്പോഴാണ് സാധിച്ചത്. ഞാൻ 7ാം ക്ലാസ് 6ാം ക്ലാസ് തൊട്ടൊക്കെ സ്പോർട്സിൽ ആക്റ്റീവായിരുന്നു. അതെ, പല ഈവന്റ് ആയിരുന്നു. അങ്ങനെ അതൊരു ആഗ്രഹം. എന്താണ് ഇത്രയും ലേറ്റ് ആവാനുള്ള റീസൺ? ഈ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലുള്ള ക്രൈസിസ് കൊണ്ടാണോ, അതോ വേണ്ട പിന്നാവട്ടെ എന്ന് നമ്മുടെ മൈൻഡിനോട് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടാണോ? എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അതുപോലെ പിന്നെ ഞാൻ ഒന്ന് ആക്റ്റീവായി വന്നപ്പോഴത്തേക്ക് കോവിഡ് ആയിപ്പോയി. അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഇത് വന്നായിരുന്നു. പിന്നെ അതിന് ശേഷം അങ്ങ് അത്ര സജീവമായിരുന്നില്ല ഞാൻ. കുറച്ചങ്ങോട്ട് ഉള്ളോട്ട് വലിഞ്ഞു പോയില്ലേ? അതെ. ഓക്കെ, പിന്നെ മടിച്ചുപോയി. ആ മടി മാറ്റിയെടുത്തത് ആരാണ്? സ്വയമാണോ, ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരു പിഗ്ഗി ബാക്ക് പോലെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഉന്തി തരുന്നുണ്ടായിരുന്നോ? എനിക്ക് ഇങ്ങനെ ചുമ്മാതിരിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. സ്പോർട്സ് പേഴ്സൺ ആയിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു ഇവന്റിനകത്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയൊരു താല്പര്യമായിരുന്നു. അപ്പോൾ ഒരു 2 വർഷത്തോളം ഞാനൊന്നിനും പോവാതിരുന്നു. കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് മടിയായിപ്പോയി. പിന്നെ കോളേജ് ജോയിൻ ചെയ്തപ്പോൾ സാറ് ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി, കയറി ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. തന്നെ ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ തന്നെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്തിനാണ് ഈ ഇരിക്കുന്നത്? അതായത് പഠിത്തം മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഒരു ഈവന്റ് ചെയ്യാന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമാണ്. പണ്ടോട്ടെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെയാണ് വീണ്ടും സ്പോർട്സിലേക്ക്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണല്ലേ? അതെ, തീർച്ചയായിട്ടും. അശ്വതി, ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു സാഹചര്യം മൂലം ഓരോന്നും ഇങ്ങനെ ഇതായിട്ടിരിക്കുക. അപ്പം മെയിനായിട്ടുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹെവി എക്യുപ്മെൻസിൻ്റെ ലൈസൻസ് എടുക്കണമെന്നാണ്. എന്നിട്ട് ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ പോയി കരിയർ ബിൽഡ് ചെയ്യാനാണ് ആഗ്രഹം. അപ്പോൾ അതിന് ഒരു നല്ലൊരു പൈസ ആവുന്നതുകൊണ്ട് ഫിനാൻഷ്യലി കുറച്ച് ബാക്കിൽ നിൽക്കുന്നതുകൊണ്ട് അത് തൽക്കാലത്തേക്കൊന്ന് സൈഡായിട്ട് ചവിട്ടിയേക്കാണ്. കുറേ ഉണ്ട് ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞില്ലേ? അത് നമുക്ക് എന്തായാലും വഴിയെ പോകുന്ന വഴി എന്തായാലും നടത്തിയെടുക്കാവുന്ന കാര്യമുള്ളൂ. അതെ. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് വേറെ കോഴ്സ് പഠിക്കാനാണ് താല്പര്യം. അത് പഠിച്ചിട്ട് GCC കൺട്രിയിൽ എവിടെയും
ജോലി നോക്കാനാണ് അതും താല്പര്യം. പുറത്തു പോകാനാണ് പുറത്ത് പോകാനാണ് ഇവിടെ താല്പര്യം. നിൽക്കാൻ പ്ലാനില്ല. ആ. പിന്നെ അത് വന്നില്ലെന്നുണ്ടെങ്കിൽ ഏതായാലും PSC അങ്ങനെയുള്ള എന്തെങ്കിലും നോക്കും ഞാൻ. പ്ലാൻ എ ബി സി അങ്ങനെ അങ്ങനെ ഉണ്ടല്ലേ? എനിക്ക് പ്ലാൻ ABC ഉണ്ട്, സീക്രട്ട് ആണ്, പക്ഷേ ആരോടും ആരോടും പറഞ്ഞിട്ടില്ല. ഓക്കെ. എന്തൊക്കെയാണ് അശ്വതിയുടെ ഹോബീസ്? എന്തൊക്കെയാണ്? മെയിനായിട്ടും പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, എന്നൊക്കെ തന്നെ. ഇതാണ് മെയിനായിട്ടും. ഇപ്പോൾ ഹെവി ലൈസൻസ് എടുക്കണം എന്ന് അശ്വതി പറഞ്ഞല്ലോ. ശരിക്കും ഈ ഒരു തോട്ടിലേക്ക് വരാൻ ആരെങ്കിലും അശ്വതിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അച്ഛൻ തന്നെയാണ്. കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ ചെറുപ്പത്തിലെ വേറെ സംസ്ഥാനത്ത് നിന്ന് വളർന്നതാണ്. അതായത് അവിടെ ജോലി ചെയ്ത് വളർന്നത്. അപ്പം അച്ഛനാണെങ്കിൽ അവിടെ ഒരു കടയിലായിരുന്നു നിന്നിരുന്നത്, ഹോട്ടലിലെ ജോലിയായിട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം അവിടുത്തെ ഒരു മാമന് അതുപോലെ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ക്രെയിൻ ഓടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അച്ഛനത് കണ്ടുപഠിച്ച്, അച്ഛനെ ആരും പഠിപ്പിച്ചില്ല, അച്ഛനത് കണ്ടുപഠിച്ച് അത് അവിടെ ഓടിച്ച്. അപ്പം ആ ഒരു കമ്പനിയിൽ ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഒരാൾക്കേ ഉള്ളൂ അവിടെ വേക്കൻസി. അപ്പം അച്ഛൻ പോകുന്നത് ശരിയല്ലല്ലോ, ആ മാമനെ ആ ചേട്ടൻ പോക്കോട്ടെന്ന് പറഞ്ഞ് അച്ഛനത് അവസരം കൊടുത്തു. അങ്ങനെ അച്ഛനൊരു ആഗ്രഹമായിരുന്നു പഠിച്ച് നല്ല ജോലിയാണെന്ന്. പക്ഷേ വീട്ടിലെ സാഹചര്യം പണ്ട് തൊട്ടേ മോശമായതുകൊണ്ട് അച്ഛനത് ആഗ്രഹം ഉപേക്ഷിച്ചു. അപ്പം അച്ഛനൊരു ആഗ്രഹമാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കരിയർ ഉണ്ടാവുമെന്ന് അച്ഛന് ബോധ്യമുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു നല്ലതാണെന്ന്. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്ന്. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് തിരക്കാൻ തുടങ്ങിയത്. അതാണ് മെയിനായിട്ടും എന്നെ ഇൻസ്പയർ ചെയ്തത്. അതാണ് മെയിൻ കാരണം. അതെ അതെ. ഇനി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു മകൾക്കും അമ്മ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു കുറച്ചുകൂടി നമ്മളുടെ മനസ്സിനടുത്ത് നിൽക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്മളുടെ ഒരു നല്ല പേഴ്സൺ, അല്ലെങ്കിൽ നമ്മുടെ മോട്ടിവേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അമ്മയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്താണ്? അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുതെന്നുള്ളൊരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ സിംഗിൾ ചൈൽഡാണ്. അപ്പം എനിക്ക് സിബ്ലിങ്സ് ആരും ഇല്ല. അപ്പം അമ്മ പറയും സിബ്ലിങ്സ് ഉണ്ടെങ്കിലേ ഒരു സമയത്ത് നമുക്കൊരു സപ്പോർട്ടിന് കാണത്തുള്ളൂ എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരിത് വിഷമം വരുമെന്നുള്ളൊരിതുകൊണ്ട് അമ്മ പണ്ടോട്ടേ എന്നോട് പറയുമായിരുന്നു ഡിപ്പെൻഡ് ആവരുത് എന്നുള്ള. അപ്പോൾ അതിങ്ങനെ കേട്ടാണ് ഞാൻ വളർന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ഡയലോഗ് അമ്മ സ്ഥിരം പറയും. ശരിക്കും നമ്മളുടെ മനസ്സിൽ പതിഞ്ഞു പോയത്. പിന്നെ തീർച്ചയായിട്ടും. അതുകൊണ്ട് അങ്ങനെ ഒരിത് എനിക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് അത്രയ്ക്ക് വിഷമം ഇല്ല. കാരണം നമ്മളിപ്പം സിനിമകളൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. ഇത്രയും സിനിമകൾ സിബ്ലിങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ കണ്ട് തീർച്ചയായിട്ടും കണ്ട് ചെറിയൊരു വിഷമം വന്നു. അതെ തീർച്ചയായിട്ടും. അങ്ങനെ ഒരാൾ എന്തായാലും വേണം. പക്ഷെ ഇപ്പം ഇല്ലാതെ ഇപ്പം എന്ത് ചെയ്യും? അതൊരു ഇപ്പം ഈ പറയുന്ന പോലെ നമുക്ക് രക്തത്തിൽ പിറന്ന അല്ലെങ്കിൽ രക്തത്തിലുള്ള ഒരാൾ വേണം നിർബന്ധമല്ല. ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞു നന്ദന അല്ലെ? നന്ദന നമ്മളുടെ തൊട്ട് റൈറ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. ആള് അശ്വതിന്റെ കൂടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതും നമ്മളുടെ ഒരു എന്താ പറയുക സുഹൃത്ത് എന്നതിലുപരി നമ്മുടെ ഏറ്റവും നല്ലൊരു എന്താ പറയുക ഒരു പെങ്ങള് അല്ലെങ്കിൽ ഒരു സഹോദരിയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വളരെ സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ എന്ത് വിളിച്ചാലും വരുന്ന ഒരു ഫ്രണ്ടാണ് നന്ദന. അതാണ് നന്ദനയുണ്ട്. അപ്പൊ പിന്നെ എന്താണ് നന്ദന ഇല്ലാതെ പിന്നെ ആര്? ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആണ് അല്ലേ? ഇപ്പോൾ എനിക്ക് മോളോട് ലാസ്റ്റിലി ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ്, ഒരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ തന്നെ പാർട്ട് ടൈം ആയിട്ടൊരു ജോലി കണ്ടെത്തി ഏൺ ചെയ്യുന്ന ഒരാൾ കൂടിയിട്ടാണ്. എന്താണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകളോട് ഈ ഒരു കാര്യത്തിൽ മോൾക്ക് പറയാനുള്ളത്? എനിക്കിതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ, ഞാനൊരു പെൺകുട്ടിയായിട്ട് ചിന്തിക്കുമ്പോൾ പണ്ടത്തെ കാലത്തായിരുന്നു ചേച്ചി ഇതുപോലെ ആണുങ്ങൾക്കൊരു ജോലി സ്ത്രീകൾക്കൊരു ജോലി, അങ്ങനെ ഇപ്പം അങ്ങനെ വേർതിരിവില്ലാതെ എല്ലാ ജോലിയും മിക്സ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിനൊരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ അല്ലേ ഞാൻ തന്നെ. അപ്പം എന്താ ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിലായാലും ശ്രദ്ധിച്ചാൽ കാണാം കുട്ടികൾ പഠനത്തിനോടൊപ്പം തന്നെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നത്. അവിടെ ഉള്ളവർ അങ്ങനെ ആണ് അവരെ ബിൽഡ് ചെയ്യുന്നത് ഓരോ കുട്ടികളെയും. കാരണം പൈസയുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി വന്നാലേ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു കരിയർ നേരത്തെ തന്നെ സെറ്റാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പേരൻറ്റിൻ്റെയും തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ പഠിത്തം മാത്രം, പഠിത്തം കഴിഞ്ഞിട്ട് ജോലി. അങ്ങനെ ഒരു ചിന്താഗതി മാറ്റണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ തന്നെ ഇപ്പോൾ +2 പഠിക്കുമ്പോഴാണ് പോയെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് സേവ് ചെയ്യണമെന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്ന്, പൈസ അതായത് ആവശ്യമില്ലാതെ തന്നെ കളയുന്നത് അങ്ങനെ ഒരു ശീലം ഇല്ലാതായി. അതുപോലെ തന്നെ എൻ്റെ ചെറിയ ഫോൺ റീചാർജ്, ബസ് ഫിയർ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ
കാര്യങ്ങൾക്ക് പോലും വീട്ടുകാരോട് ചോദിക്കാതെ എനിക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. ആ കാര്യത്തിലൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്, പ്രൗഡാണ് ഞാൻ. ചെറിയ തുകയാണേലും തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണല്ലോ. അതെ അതെ സ്വയം പര്യാപ്തമാവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതും ഒരു സ്റ്റുഡന്റ് ആയിരിക്കെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നടന്നു പോവുക, അത് നമ്മൾ ഏൺ ചെയ്യുന്ന ക്യാഷിലൂടെ, അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന്റെ വെക്കേഷൻ സമയമാണ്. തീർച്ചയായിട്ടും അശ്വതി എന്ന് പറയുന്ന ഒരു വ്യക്തി അവർക്കെല്ലാം ഇൻസ്പയറിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ആകണം എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസ് അതൊക്കെ നടക്കട്ടെ. ആ ഒരു എന്താ പറയുക, അശ്വതിയുടെ ഒരു ഡ്രീം പോയിന്റിൽ എത്തി നിൽക്കാൻ പറ്റട്ടെ എന്ന് കൂടി ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. തൽക്കാലം നമുക്കിത് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. അപ്പൊ ഇനിയും ആ ഒരു ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്തിട്ട് ഇവിടെ വരണം കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും വരും ഞാൻ. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ സ്റ്റഡി ലീവാണ്, ആ ഒരു സമയത്തിനുള്ളിൽ ഇവിടെ വന്നതിലും നമ്മളോട് സംസാരിച്ചതിലും ഒക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. താങ്ക് യു. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം മറ്റൊരു ഗസ്റ്റുമായിട്ട് പിങ്ക് ഡയറീസിൽ നമുക്ക് ഒത്തുകൂടാം. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ചെയ്ത FM 90.8 പറയൂ, കേൾക്കാം, കേട്ടുകൊണ്ടിരിക്കാം.